ഹലോ ഒരുവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയത് അക്കൗണ്ടിങ്ങിൻ്റെ അകത്തുള്ള പ്രോസസ്സുകളെ കുറിച്ചാണ്. നമ്മൾ കാണാതെ പഠിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞു പോകുന്ന ആ ഡെഫിനേഷൻ. അതിൽ ആദ്യത്തെ വാക്ക്, അതിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു വലിയ പരിപാടിയുടെ ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ റെക്കോർഡിങ് തന്നെയാണ്. പേര് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന, അല്ലെങ്കിൽ എവിടെയോ ആയിക്കോട്ടെ, ഓക്കെ, ബിസിനസ്സോ നമ്മുടെ ഓർഗനൈസേഷനോ എവിടെയായിരുന്നാലും നടക്കുന്ന ട്രാൻസാക്ഷനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വയ്ക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെക്കോർഡിംഗ് എന്ന് വിളിക്കുന്നത്. വെറുതെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നു എന്നല്ല, അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന രണ്ട് വാക്കുകൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്: ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അതിനെക്കുറിച്ച് പല ധാരണകളും നമുക്ക് കാണും. ഓക്കെ, ഇപ്പോൾ ഡെബിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡെന്നും ക്രെഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡെന്ന് ഓർമ്മ വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? പക്ഷേ അക്കൗണ്ടിങ്ങിനകത്ത് വരുമ്പോൾ നിങ്ങൾ ഡെബിറ്റിനും ക്രെഡിറ്റിനും അങ്ങനെ പ്രത്യേകിച്ച് ഒരർത്ഥവും വിചാരിക്കരുത്. ഓക്കെ, അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നതോടെ ഈ വീഡിയോ അവസാനിക്കും. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്കിനി ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി, അതായത് നമ്മുടെ വീണ്ടും ഓണ പരിപാടിയൊക്കെ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. പരിപാടിക്കായിട്ട് നമുക്ക് എന്തുണ്ടാവും? എല്ലാവരും ഒരുമിച്ച് പൈസ തന്നില്ല. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു 100 പേരുണ്ടാകും വിചാരിച്ചു. ഈ 100 പേരും ഒരൊറ്റ ദിവസം പൈസ തന്ന് തീർക്കുമോ? തരത്തില്ല. വളരെ പല ദിവസമായിട്ടായിരിക്കും തരുന്നത്. ഈ പൈസ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തുണ്ടാവും? എക്സ്പെൻസുകൾ ഉണ്ടായിപ്പോകും. അതായത് നമ്മൾ പൈസ മുഴുവൻ കളക്ട് ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് നടക്കുകയാണ്? ചിലവുകൾ നടക്കുകയാണ്. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞു പോവാണ്. അതായത് ഇപ്പോൾ നോക്കി, ഞാൻ ഇന്നത്തെ ഡേറ്റ് 10 സെപ്റ്റംബർ, ഓക്കെ, 10/9/2025. ഇന്നാണ് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. എൻ്റെ ക്ലാസ്സിൽ 100 പേരുണ്ട്. ഒരു 25 പേര് എനിക്ക് 100 രൂപ വെച്ച് തന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2500 രൂപ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വടംവലിക്ക് ഒരു 1000 രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1000 രൂപ അഡ്വാൻസ് കൊടുത്തു. അവിടെ എഴുതി വയ്ക്കുകയാണ്, അഡ്വാൻസ് വടംവലി EB. ഓക്കെ, 1000 രൂപ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഈ ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസ് എത്ര ഉണ്ട്? 1500 രൂപയുണ്ട്. അടുത്ത ദിവസമായി 11/9/2025. വീണ്ടും ഒരു 30 പേര് എനിക്ക് എന്ത് കൊണ്ടുവന്നു? 100 രൂപ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് എത്ര കിട്ടി? 30×100 3000 രൂപ കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 5 പേര് പിന്നെയും കൊണ്ടുവന്നു. അതും പിന്നെ എഴുതി വയ്ക്കാൻ 5×100 3500 കിട്ടി. പിന്നെ എന്തുണ്ടായി? ഇപ്പോൾ നമ്മൾ വടംവലിക്ക് അഡ്വാൻസ് കൊടുത്ത പോലെ തന്നെ നമ്മുടെ മാവേലിയുടെ കോസ്റ്റ്യൂമിന് പൈസ കൊടുക്കേണ്ടി വന്നു. ഒരു 1500 രൂപ കൊടുക്കേണ്ടി വന്നു വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് രണ്ടും പ്ലസ്സാണ്, ഇത് മൈനസാണ്. കഴിഞ്ഞ ദിവസം എത്ര ബാലൻസ് ഉണ്ടായിരുന്നു? 1500 രൂപ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ 3000 ആഡ് ചെയ്യണം. 3000 ആഡ് ചെയ്യുമ്പോൾ എത്ര? 4500. അതിൻ്റെ കൂടെ 500 ആഡ് ചെയ്യുമ്പോൾ 5000. 5000ത്തിൽ നിന്ന് 1000 പോയാൽ 4000. 4000ത്തിൽ നിന്ന് 500 പോയാൽ 3500. അപ്പോൾ ഈ ദിവസം അവസാനിക്കുമ്പോൾ 11/9 എന്ന ദിവസം അവസാനിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് എത്രയുണ്ട്? ഈ പറഞ്ഞ 3500 ഉണ്ട്. ഇതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എവിടെ ആയിക്കോട്ടെ, ജീവിതത്തിൽ എവിടെ നമ്മൾ കണക്ക്, ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ പണത്തിന്, അല്ലെങ്കിൽ നമ്മുടെ പണത്തിനെ ആയിരുന്നപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഈ കണക്ക് കാണിക്കണേ, ഇവിടെ എന്ന പൈസ എത്ര എവിടെ പോയി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡേറ്റും എന്തിനാ പൈസ ചിലവാക്കിയെന്നൊക്കെ സഹിതം എഴുതി വയ്ക്കുന്നില്ലേ? ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെക്കോർഡിംഗ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഒരു കൃത്യം പ്രൊസീജിയറുണ്ട്, ഒരു രീതിയുണ്ട് ചെയ്തേക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു അക്കൗണ്ടിങ്, അമേരിക്കയിൽ ഒരു അക്കൗണ്ടിങ്, അങ്ങനെയൊന്നുമില്ല. ലോകത്തെ എല്ലായിടത്തും അക്കൗണ്ടിങ് ചെയ്യുന്ന രീതി എന്താണ്? ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ട് നിയമം വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ട്രാഫിക് നിയമത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. കൃത്യമായിട്ടൊരു ട്രാഫിക് റൂൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേപോലെ പോവുക. ഫോർ എക്സാമ്പിൾ, ഒരു 4 മുക്ക് ജംഗ്ഷൻ, ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് ലെഫ്റ്റിലേക്ക് പോകാൻ എന്ത് വേണ്ട? ട്രാഫിക് സിഗ്നൽ കിട്ടുന്നൊന്ന് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ലെഫ്റ്റാണെന്ന് പറയും, അല്ലേ? നമുക്ക് ഇങ്ങനെ കയറി പോവാം എന്നുള്ളതാണ്. അതേസമയം വലത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്കങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ റോഡുകൾ ലെഫ്റ്റ് ഓറിയൻറ്റഡാണ്. അതുകൊണ്ടാണ് റൈറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല, ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം
ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ അതൊരു അപ്രൂവ്ഡ് സാധനമായിട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ എന്തുമാത്രം അനാവശ്യ ബ്ലോക്ക് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂള് പറയുന്നത്? റൂളായിട്ട് ഇതിനെ പറയുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഈ കാര്യം ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരാൾ ഒരു രീതി ചെയ്യുന്നു മറ്റാൾ വേറെ രീതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടതുപോലെ കൂട്ടിമുട്ടലുകൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൃത്യം സ്ട്രക്ചറിൽ ഇന്ന കാര്യം ഇവിടെ ചെയ്യാവോ ഇന്ന കാര്യം ഇവിടെ ചെയ്യാവോ കൃത്യം റൂള് പറയണം. ഇതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനൊരു രീതിയുണ്ട്. ആ രീതിനെ പറയുന്ന പേരാണ് ജേർണലൈസിങ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മളെ കണക്ക് എഴുതി വയ്ക്കാം. നമുക്ക് ഒരാൾ വന്ന് ഈ പൈസ നീ എന്ത് ചെയ്തു, ഇന്ന് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചാൽ പറയാൻ തക്കതായിട്ട് അതിന് പറയാനുള്ള എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. ആ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന അക്കൗണ്ടിങ്ങിനകത്തുള്ള രീതിയാണ് ജേർണലൈസിങ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കിനെയാണ് നമ്മൾ ജേർണൽ എന്ന് കേൾക്കുന്നത്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കേൾക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു പേരാണ് ജേർണൽ. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിനെ ജേർണലൈസിങ് എന്ന് പറയും. എഴുതുന്ന ബുക്കിനെ ജേർണൽ എന്ന് വിളിക്കും. ഓക്കെ, ആ എഴുതുന്ന എഴുത്തിനെ, നമ്മൾ എഴുതി വയ്ക്കുന്ന സാധനത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ജേർണൽ എൻട്രി. ഒന്നുമില്ല, ജേർണൽ എന്ന് പറയുന്ന ബുക്കിൽ നടത്തിയ എൻട്രി ജേർണൽ എൻട്രി. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ജേർണൽ എൻട്രി എന്ന് പറയുന്നതിനൊരു റൂളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് മുഴുവനും ആ റൂളാണ് നമ്മൾ ഭരിക്കുന്നത്. അക്കൗണ്ടിങ്ങിന് മൊത്തം ഭരിക്കുന്ന ജേർണൽ എൻട്രി നടത്താനുള്ള റൂളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റെക്കോർഡിങ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ നിയമപ്രകാരം റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിങ് എന്ന് വിളിക്കും. അത് എഴുതുന്ന ബുക്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ജേർണൽ എന്ന് വിളിക്കും. ഓക്കെ, ആ ബുക്കിൽ എഴുതുന്ന രീതിയിനെയാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്നുള്ളൊരു ചോദ്യം വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ജേർണൽ എൻട്രി, ഒരു സാധാരണ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എ ഡെറ്റർ ടു, ഡോക്ടർ എന്ന് വായിക്കല്ലേ പലരും ഡോക്ടർ എന്ന് വായിക്കുന്നത്, എ ഡെറ്റർ ടു ബി, ഇവിടെ ഒരു എമൗണ്ട്, അതേ എമൗണ്ട് ഇവിടെയും. ഇങ്ങനെയായിരിക്കും നമ്മൾ പൊതുവെ എന്ത് കാണുന്നത്, ജേർണൽ എൻട്രീസ് കാണുന്നത് അല്ലേ? ഇനി ചോദ്യം ഇതാണ്, ഇതിൽ ഞാൻ എയിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ബിയിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന്. മറ്റേ പലർക്കും പലതും കൊണ്ട് മനസ്സിലെത്തി. ഡെബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വന്ന് വീണു, ഒന്നും ക്രെഡിറ്റ് ചെയ്യുന്ന വെച്ച് ഇറങ്ങി ഓടിയെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്, അതൊന്നും മനസ്സിലെത്തി വച്ചേക്കരുത്. ജേർണൽ എൻട്രിക്കകത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. ജേർണൽ എൻട്രിക്കകത്ത് നിങ്ങളൊരു സാധനം ഡെബിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ഓക്കെ, ജേർണൽ എൻട്രിക്കകത്ത് നിങ്ങളൊരു സാധനം ഡെബിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഇപ്പോൾ കണ്ടില്ലേ, എ ഡെറ്റർ ടു ബി എന്ന് എഴുതിയില്ലേ, അതിൽ മുകളിൽ എഴുതി എന്നൊരൊറ്റ അർത്ഥമേ മനസ്സിൽ വിചാരിക്കൂ. ഇതൊക്കെ എല്ലാം റിമൂവ് ചെയ്ത കളയാൻ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ മുകളിൽ എഴുതി, ജേർണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എവിടെ എഴുതി, താഴെ എഴുതി. ഈ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ താഴെ എഴുതിയ അർത്ഥം എന്താ, ജേർണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ ജേർണലിൻ്റെ അകത്ത് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, നമ്മൾ ജേർണൽ എൻട്രിയിൽ താഴെയാണ് എഴുതിയിട്ടുള്ളത്. ഡെബിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ മുകളിലാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ഒരു അർത്ഥവും നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു തോട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിനി അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിനി അങ്ങോട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് പഠിക്കാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലുണ്ട്. എന്താണ്, ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഡെബിറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഞാൻ മുകളിലാണ് അത് എഴുതിയിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ജേർണൽ എൻട്രിക്ക് എടുത്തത് താഴെയാണ് എഴുതിയിരിക്കുന്നത്. വേറെ ഒരു അർത്ഥവുമില്ല. ഇത്രയേ ഉള്ളൂ. എങ്കിൽ നമുക്ക് നമ്മുടെ റൂളിലേക്ക് പോകാം. റൂള് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ആദ്യം റൂളൊന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് പറയാം. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത്, ഓക്കെ, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ നിയമത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടി പറയുകയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് നമ്മൾ കണക്കാക്കുന്ന സാധനങ്ങളെ അടിസ്ഥാനപരമായി 4 കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, അസറ്റ് ആകാം, ലയബിലിറ്റി ആകാം, ഇൻകം ആവാം, എക്സ്പെൻസ് ആവാം. അതായത് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാം, മൂല്യമുള്ള എന്ത് സാധനം. തൽക്കാലം മനസ്സിൽ അത്ര ചിന്തിച്ചാൽ അങ്ങനെ അല്ല. സ്റ്റിൽ നമുക്ക് പണം അല്ലെങ്കിൽ പണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ ബിൽഡിങ്, കാറ്, അങ്ങനത്തെ എന്തും നമുക്ക് എന്തിൻ്റെ ഗുണത്തിൽപ്പെടുത്താം. അസറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടുവരാം. പിന്നെ രണ്ടാമത് പറയുന്നതാണ് ലയബിലിറ്റി. ഓക്കെ, ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതയാണ് പറയുന്നത്. ഐ ഫോർ ഇൻകം. ഓക്കെ, ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻകം ഉണ്ട്, പിന്നെ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണെന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാം. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവ്.
കൂടെ എന്തുകൊണ്ട് അസറ്റും ലൈബിലിറ്റിയും. അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മൂല്യമുള്ള സാധനങ്ങൾ. ലൈബിലിറ്റി എന്ന് പറഞ്ഞാലോ നമ്മുടെ ബാധ്യതകൾ, നമുക്ക് കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ലൈബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി ചോദ്യം ഇതല്ല, റൂൾ എന്താ പറയുന്നത്? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന അസറ്റിനും ലൈബിലിറ്റിക്കും ഇൻകത്തിനും എക്സ്പെൻസിനും രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. എന്താണ്? ഒന്നുകിൽ ഇത് കൂടാം, ഇല്ലെങ്കിൽ ഇത് കുറയാം. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? ഇത് കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. സ്റ്റിൽ യഥാർത്ഥ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ അത് എളുപ്പ വഴി കേൾക്കുന്ന നിങ്ങൾക്കൊരു സന്തോഷം തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും എളുപ്പ വഴി കിട്ടിയാലും നന്നായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. നോക്കാം. നോക്കിയടാ, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ റൂള് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ജേണൽ എൻട്രി ചെയ്താനുള്ള റൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ കുത്തിയിരുന്ന് കാണാതെ പഠിക്കേണ്ട സാധനമാണ്. ഇൻഡയറക്റ്റ്ലി നിങ്ങളിത് പഠിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ഇതിപ്പോൾ പഠിക്കാമെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇത് പഠിപ്പിക്കുന്നില്ല. പകരം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറാണ് കേട്ടോ, നമ്മുടെ പട്ടം സെൻറ്റ് മേരീസിലെ ഇപ്പോഴും ടീച്ചറാണ് അനു ടീച്ചർ. ഓക്കെ, അനു ടീച്ചറിനെ ഓർക്കുന്നു. അനു ടീച്ചർ പറഞ്ഞു തന്ന റൂളെന്ന് പറഞ്ഞാൽ LICIC. ഈ ഒരു സാധനം ഞാൻ എൻ്റെ പിള്ളേർക്ക് എവിടെയൊക്കെ പോയാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു സാധനം തന്നെയാണ്. ഈ ഒരു സാധനം അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഈ മേലെ കണ്ട ആ ടേബിളും കാര്യങ്ങളും ഓർത്ത് വയ്ക്കണം നിർബന്ധമല്ല. നോക്കിയടാ, എന്താണ് LICIC പറയുന്നത്? LICIC പറയുന്നത് നമ്മളുടെ ഒരു ട്രാൻസാക്ഷനിലൂടെ, നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ നടന്ന ഒരു ട്രാൻസാക്ഷനിലൂടെ കൂടി എന്ത് സംഭവിക്കുകയാണ്? ലയബിലിറ്റിയോ ഇൻകമോ ക്യാപിറ്റലോ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് ഈ റൂൾ പറയുന്നത്. ഈ റൂൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂവെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. ഓക്കെ, ലയബിലിറ്റി, നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ലയബിലിറ്റിയോ ഇൻകമോ ക്യാപിറ്റലോ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് റൂൾ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? നിങ്ങൾ നോക്കിയേ, ലയബിലിറ്റി ഇൻകം അല്ലാതെ രണ്ട് സാധനങ്ങളും കൂടെ ഉണ്ടല്ലേ. ഓക്കെ, മുകളിലോട്ട് നോക്കാം. കണ്ടോ? അസറ്റും ഉണ്ട്, എക്സ്പെൻസും ഉണ്ട്. നമ്മൾ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ പറഞ്ഞു, അസറ്റിൻ്റെ എക്സ്പെൻസിൻ്റെയും കാര്യം പറഞ്ഞിട്ടില്ല. റൂളിൻ്റെ അകത്ത് അസറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും കാര്യം ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ അതിലേക്ക് ചെന്നെത്താം. നോക്കി, റൂള് പറയുന്നത് എന്താ? ലയബിലിറ്റി ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും അല്ലാത്ത രണ്ട് സാധനങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അസറ്റും ഉണ്ട്, എക്സ്പെൻസും ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള മൂല്യമുള്ള സാധനങ്ങൾ തന്നെ അസറ്റ് എന്ന് വിളിച്ചു, ചിലവുകൾ എക്സ്പെൻസ് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷനിലൂടെ അസറ്റോ എക്സ്പെൻസോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ലയബിലിറ്റിയോ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അസറ്റോ എക്സ്പെൻസോ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അല്ലാതെയും ചിന്തിക്കാം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലയബിലിറ്റി ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഇവിടെ കാണുന്ന റൂള് പറയുന്നത്. അപ്പോൾ LICIC എന്ന് പറഞ്ഞ സാധനം മനസ്സിൻ്റെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പഠിച്ചു പോവാം. അപ്പോൾ ആ റൂൾ വെച്ച് എങ്ങനെ എഴുതാമെന്ന് വളരെ സിമ്പിളായിട്ടുള്ള സാധനം പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് ജേണൽ എന്ന് പറഞ്ഞ വേറൊരു ബുക്കിനകത്താണ്. ആ ബുക്കിനൊരു രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബുക്കിൻ്റെ അകത്ത് എന്ത് കാണാം? ഡേറ്റ് എഴുതാനായിട്ടൊരു കോളം കാണാം. നമ്മൾ നേരത്തെ ഓണത്തിൻ്റെ കണക്ക് എഴുതിയില്ലേ, അതിനെ കുറച്ച് ശാസ്ത്രീയമായിട്ട് എഴുതുന്നതേ ഉള്ളൂ. വലിയ കളിയൊന്നുമില്ല.
പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനും അറിയാനും ഉണ്ട്. പഠിച്ചിട്ടുള്ളവർക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഈ വീഡിയോയ്ക്ക് ചെയ്യുന്നില്ല. എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ആ റൂൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ് എന്താ ചെയ്യാൻ, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ ഇനി ഒരു വീഡിയോയ്ക്ക് ചെയ്യാം. എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.